ശേഷാവതാരമായാണ് ലക്ഷ്മണനെ അറിയപ്പെടുന്നത്. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന് സുമിത്രയിലുണ്ടായതാണ് ലക്ഷ്മണൻ. ദശരഥന്റെ മൂന്നാമത്തെ ഭാര്യയായ സുമിത്രയിൽ ഇരട്ടകളായ ജന്മം കൊണ്ടതാണ് ശത്രുഘ്നനും ലക്ഷ്മണനും. രാമനും ഭരതനും ശേഷം മൂന്നാമതായി പിറന്നതാണ് ലക്ഷ്മണൻ. എന്നിരുന്നാലും രാമനോട് പ്രത്യേക അടുപ്പം ലക്ഷ്മണനിൽ പ്രകടമായിരുന്നു. രാമൻ സീതയെ വിവാഹം ചെയ്തപ്പോൾ സീതയുടെ അനുജത്തിയായ ഊർമിളയെ ലക്ഷ്മണൻ വിവാഹം ചെയ്തു. പുരാണത്തിൽ അനന്തന്റെ അവതാരമാണ് ലക്ഷ്മണൻ. 1000 തലകളുള്ള നാഗമാണ് അനന്തൻ. പാലാഴിയിൽ മഹാവിഷ്ണു ശയിക്കുന്നത് അനന്തന്റെ മുകളിലാണ്. ദ്വാപരയുഗത്തിൽ ബലരാമനായി അവതരിച്ചതും അനന്തനാണ്. വിഷ്ണുവിന്റെ മിക്ക അവതാരങ്ങൾക്കൊപ്പവും അനന്തനും അവതരിക്കുന്നുണ്ട്. അയോധ്യയിലെ കിരീടാവകാശം ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ലക്ഷ്മണൻ രാമന്റെ വനവാസത്തിൽ ഒപ്പം ചേരുകയും ചെയ്തു. വനവാസ കാലയളവിൽ സഹായിയായും കാവലായും ഒപ്പമുണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സഹോദര സ്നേഹം മാതൃകയാക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു. ശക്തിയിൽ രാമന് തുല്യനായി തന്നെ ലക്ഷ്മണനെ